ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കനവിൽ നീ എത്തുമ്പോഴോ മനിക്കാൻ. ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാൻ, ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാൻ. ഹായ്, എൻ്റെ പേര് മിഥുൻ എന്നാണ്. ഞാൻ നെയ്സിലൊരു ഉദ്യോഗാർത്ഥിയാണ്. ഞാൻ കഴിഞ്ഞ VFA, അതേപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, പിന്നെ അതിന് മുന്നേ നമ്മുടെ LDC വാരിയസ് തുടങ്ങിയ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. PSCയിലേക്കുള്ള വരവെന്ന് വെച്ചാൽ ഒരു മുൻധാരണയോടെ കൂടിയിട്ടല്ല വരുന്നത്. എന്താ PSC എന്നോ എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യുമെന്നോ ഇതിൻ്റെ ബാക്കിയുള്ള കണ്ടൻറ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് എത്തുന്നത്. നമ്മുടെ ഒരു LP സ്കൂൾ ടീച്ചർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് PSCയിലേക്ക് ഇറങ്ങി തിരിക്കാന്നുള്ളൊരു അങ്ങനെ ഒരു കാര്യം മൈൻഡിൽ വരുന്നത്. അങ്ങനെയാണ് എയ്സ് തിരഞ്ഞെടുക്കുന്നത്. എയ്സിൽ വന്നു. ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു. പക്ഷെ നമുക്ക് ഇതെങ്ങനെ ഒരു പഠിച്ചെടുക്കേണ്ട രീതി എങ്ങനെയെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ എയ്സിൻ്റെ റീഡിംഗ് റൂമിൽ എത്തുകയും നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന റാങ്ക് ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ അന്ന് കുറച്ച് റേഞ്ചായിട്ട് പഠിച്ചിരുന്ന ആളുകൾ, അങ്ങനെ കുറേ ആളുകളുടെ ഉപദേശവും കാര്യങ്ങളൊക്കെ, ഒരുപാട് വിലപ്പെട്ട ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒട്ടേറെ സഹായകമായിട്ടുണ്ട്. അതേപോലെ തന്നെ അധ്യാപകർ, അങ്ങനെയൊക്കെ എങ്ങനെ പല വഴികളിലൂടെയൊക്കെ പോയിട്ട് അങ്ങനെയൊന്നല്ല കറക്റ്റായിട്ട് പഠിക്കേണ്ട രീതി എന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു മെത്തേഡ് കണ്ടെത്തുന്നതും അത് ഫോളോ ചെയ്യുന്നതും. അപ്പോൾ ആ ഒരു മെത്തേഡ് കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാതലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഇപ്പോഴത്തെ ഉദ്യോഗാർത്ഥികളുടെയൊക്കെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ, നമ്മൾ റീഡിംഗ് റൂമിലൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഒന്നില്ലെങ്കിൽ റാങ്ക് ഫെയിൽ വെച്ചിട്ട് അവർ പഠിക്കണം എന്നുള്ള എന്താ പറയുക അതിയായ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവർ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു റാങ്ക് ഫെയിലൊക്കെ വെച്ചിട്ട് രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഈ റാങ്ക് ഫെയിലിൽ ഇരിക്കുന്നൊരു സംഭവമൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു രീതി മാറ്റിയിട്ട്, അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലൊരു ക്വസ്റ്റ്യൻ അവരോട് ചോദിച്ചാൽ അവർക്ക് കിട്ടിക്കോളണമെന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ കറക്റ്റായിട്ട് ഒരു മെത്തേഡ് എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ പരമാവധി എന്ത് ചെയ്യണം, നമ്മൾ ഏകദേശം ഒരു ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ആദ്യം കിട്ടണം. എന്നിട്ട് നമ്മളൊരു നോട്ട് തയ്യാറാക്കണം. അത് നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഈ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നമ്മൾ കുറേ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, നമ്മളിത് പരീക്ഷയ്ക്ക് പെടണം. നമ്മൾ പരീക്ഷയ്ക്ക് പെടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വേദി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ അറിവും നമ്മുടെ ഈ പഠിച്ചതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാന്നുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എക്സാമാണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, OMR എക്സാം കാര്യങ്ങൾ എഴുതുക എന്നുള്ളതായിരുന്നു ഒരു സ്ട്രാറ്റജി. ആദ്യത്തെ കുറച്ച് കാലത്ത് പറഞ്ഞ എക്സാം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. എക്സാം എഴുതാനും എന്താ പറയുക, അതൊന്ന് എഴുതി മുഴുമിപ്പിക്കാനുള്ളൊരു വിമുഖത ഭയങ്കരമായിരുന്നു. അല്ലെങ്കിൽ മാർക്ക് കുറയുമെന്നുള്ള പേടി. ആ രീതിയിലൊക്കെ എല്ലാ ഉദ്യോഗാർത്ഥിയുടെ പോലെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു വാസ്തവം എന്താണെന്ന് വെച്ചാൽ, നമ്മളെന്ത് ചെയ്യുക, എക്സാമിനെ പേടിക്കാതെ അതിനെ മാക്സിമം എന്ത് ചെയ്യുക, അതിനെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എക്സാമിനെ പ്രണയിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ തെറ്റുകളും അല്ല നമ്മുടെ സ്ട്രെങ്ത് എവിടെയാണ്, വീക്ക്നെസ് എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ മാക്സിമം എക്സാം എഴുതുക. പിന്നെ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. റിവിഷൻ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ്. നമ്മൾ കുറേ പഠിച്ചിട്ട് അത് കുറേ കണ്ടൻറ്റ് തീർത്തിട്ട് കാര്യമില്ല. മാക്സിമം എന്ത് ചെയ്യുക, റിവിഷൻ കൊടുക്കണം. സിസ്റ്റമാറ്റിക്കായിട്ട് റിവിഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് അത് മനസ്സിൽ പതിയുള്ളൂ. മറ്റേതെന്താ വെച്ചാൽ, നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് അത് പാഴായിട്ട് പോകും. അപ്പോൾ മാക്സിമം റിവിഷൻ ചെയ്യുക. അതേപോലെ തന്നെ എക്സാംസ്, PSCയുടെ പ്രീവിയസ്, പിന്നെ നമ്മുടെ എയ്സിലൊക്കെ നടത്തുന്ന മോഡൽ എക്സാം പോലുള്ള എക്സാം, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം അതിലൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പോയാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള നമ്മുടെ നിലവാരം കാര്യങ്ങളൊക്കെ അറിയാനും കഴിയും. മാക്സിമം അവിടെ പ്രോഗ്രസ് ആയിട്ട് വരികയേ ചെയ്യുള്ളൂ. ഇപ്പോൾ PSC എന്നുള്ളൊരു ഫീൽഡ് ഇപ്പോൾ ബാക്കിയുള്ളവർ, നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമ്മളതിനെ എൻകറേജ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളോട് കൂടുതലായിട്ട് അതിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചോദിക്കും. ഏത് എക്സാം ഏതിനായിട്ടാണ് നോക്കുന്ന ആ രീതിയിലൊക്കെ ചോദിക്കും. പക്ഷേ ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തൊരാളുകൾ എന്നുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് പരമാവധി PSC അല്ലേ, കിട്ടിയാൽ നന്ന്, അല്ലെങ്കിൽ പോക്കാണ്. എന്താ പറയുക, ആ ഒരു നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള രീതിയിലുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് നമ്മളോട് ചോദിക്കും. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം അറ്റൻഡ് ചെയ്തിരുന്നത്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയത് LDC എന്നുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ എൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക പുറകിലോട്ടായിരുന്നു. 929 റാങ്ക്. അതിനെ സംബന്ധിച്ചിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു പരാജയം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഒരു 929 എന്നുള്ള റാങ്ക് ഒരു പ്രതീക്ഷയായിട്ട്, വീണ്ടും തുടരാനുള്ളൊരു പ്രതീക്ഷയായിട്ട് മുന്നിലുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതെങ്ങനെയെങ്കിലും കണ്ടിന്യൂ, ഇപ്പോൾ പ്രിലിംസ് പോലുള്ള പരിഷ്കാരങ്ങൾ, പിന്നെ ഒരു പ്രിലിംസിനൊക്കെ ആയിട്ട് കാത്തിരിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര
കുറച്ചധികം ടൈം പോകുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പഠിക്കുക എന്നുള്ള ചോദ്യം ആ രീതിയിൽ നമ്മൾ ഏതാണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും ആ രീതിയിലുള്ള ചോദ്യം വല്ലാതെ അലട്ടിയിരുന്നു. പിന്നെ ഒരു പ്രൈവറ്റ് എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്നു. പിന്നെ പ്രൈവറ്റ് എന്നുള്ള രീതിയിൽ പോയപ്പോൾ അവിടുന്ന് ഈ ഒരു കാര്യം പറഞ്ഞിട്ടൊന്ന് നമ്മൾ അവിടുന്ന് ആ ഫാമിൽ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോൾ അവരുടെ ഒരു പുച്ഛം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞത്. പിന്നെ അവിടുന്ന് 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഒരു സാറ് പറഞ്ഞ വാക്ക് ഇന്നും ഉണ്ട്. PSC എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു പുച്ഛത്തോടെയാണ് പെരുമാറിയത്. പിന്നെ അവിടുന്ന് നമ്മൾ എന്താ വിചാരിക്കുക വെച്ചാൽ ഏതെങ്കിലും ഒരു ജോബ് പോരെയെന്ന് വിചാരിക്കുക. പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് പോരെ എന്നുള്ളതാണ് വിചാരിക്കുക. പക്ഷേ അതിനപ്പുറം അവിടുന്ന് കിട്ടുന്ന ഒരു പ്രഷറും കാര്യങ്ങളും വേറെ തന്നെയാണ്. അപ്പോഴാണ് നമുക്ക് ഒരു സ്ഥിരതയായിരുന്നൊരു ജോലി തന്നെ വേണം എന്നുള്ളത് മനസ്സിലാവും. പിന്നെ അവിടുന്ന് വീണ്ടും ഇറങ്ങിയിട്ട് പഠനം തുടർന്നു. ഏസിൻ്റെ റീഡിങ് റൂമിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഒരു നിർത്തിയോടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ വീണ്ടും ഒരു മൈൻഡ് സെറ്റിൽ വീണ്ടും തുടങ്ങിയതാണ് അടുത്തൊരു പ്രിലിംസ് മെയിൻസ് എന്നുള്ള രീതിയിൽ. എൻ്റെ പഠന രീതി എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു അക്കാദമിക് ആയിട്ടുള്ള ഒരു ഇതും കൂടി നോക്കണം. അപ്പോൾ നമ്മുടെ അക്കാദമിക് ആയിട്ടെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു ആവറേജ് എന്നുള്ള രീതിയിലായിരുന്നു. ഒരു ആവറേജ് എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ള ഒരു നിലവാരം കാര്യങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഇത്ര നല്ല മാർക്ക് അക്കാദമിക്കായിട്ട് ആ ഒരു നിലവാരം തന്നെ ഇതിനൊരു ബേസ് ആയിട്ടുള്ള കാര്യമല്ല. നമ്മളിതെങ്ങനെ പഠിക്കുന്നു, ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാതലായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് മാത്സ് ഇംഗ്ലീഷ് ഇതൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരുന്നു. മാത്സ് എന്ന് പറഞ്ഞാലൊരു സംഭവം അറിയില്ല, വന്ന് ഒരു അധ്യാപകൻ മുന്നിൽ എന്നാലും ഒരു 0 ഇട്ടാൽ കൂടി പോകുമെന്നുള്ളൊരു പേടി വരെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ മാത്സിൻ്റെയൊക്കെ ഒരു നിലവാരം അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ച് എന്താ വെച്ചാൽ എല്ലാത്തിനും ഓരോ ട്രിക്കും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ആര് വരാമെന്നുണ്ടെങ്കിലും ഒരു ചോദ്യം കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടോ ഒന്ന് ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. എല്ലാത്തിനും ട്രിക്സും കാര്യങ്ങളുണ്ട്. നമ്മളതിൽ മാക്സിമം സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയാൽ തന്നെ നമുക്ക് ഓരോ സബ്ജക്റ്റും നല്ല രീതിയിൽ കയറി വരാനായിട്ട് പറ്റും. അപ്പോൾ മാക്സിമം ആദ്യത്തെ ഒരു റൂട്ടിൽ കയറാൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കേണ്ട എന്നുള്ളൊരു രീതിയിൽ ഒരു ഐഡിയ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യ സമയത്ത് കുറേ സമയം അങ്ങനെ പാഴായിട്ട് പോയിരുന്നു. പിന്നെ ഒരു റൂട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു 5-6 മണിക്കൂറിൻ്റെ മേലെ ഡെയിലി നോക്കുമായിരുന്നു ആ രീതിയിൽ ഒന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഏകദേശം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ഏകദേശം ഒന്ന് ഓരോ സബ്ജക്റ്റും കേന്ദ്രീകരിച്ചിട്ടൊക്കെ പക്കയായിട്ട് നോക്കി പോകാൻ പറ്റും. എക്സാംസും റിവിഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യം തന്നെ നമ്മളതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു പഠന രീതി ഫോളോ ചെയ്തിട്ട് റൂട്ടിൽ എത്തുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്കറിയാം SCERTയുടെ ഒരു അതിപ്രസരം എന്താണെന്ന്. അപ്പോൾ SCERT എന്നൊക്കെ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മാത്രമല്ല NCERT പാഠപുസ്തകങ്ങൾ അതും തന്നെ നമ്മൾ റെഫർ ചെയ്യണം. ഓരോ ഇപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി ആണെന്നുണ്ടെങ്കിലും വേൾഡ് ജോഗ്രഫി ആണെന്നുണ്ടെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ 5 മുതൽ 10 വരെയുള്ള ഒരു പുസ്തകം മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. ആ NCERT +1 +2 എന്നുള്ള രീതിയിലും കൂടി നമ്മൾ നോക്കി പോകണം. പിന്നെന്താ ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും പക്കയായിട്ട് ഫോളോ ചെയ്യുക, ആ ഒരു ബേസ് കറക്റ്റാക്കുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അഡ്വാൻസ് ആയിട്ട് നോക്കി പോവുക. പിന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ OMR വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുക. റിവിഷൻ മസ്റ്റാക്കുക. ഇതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നമ്മൾ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ആ ഒരു സ്പന്ദനത്തിന് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതോടെയാണ്. നമ്മൾ ഇന്നലെ ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അതെന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളൊരു പരീക്ഷാ മൂഡിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് എഴുതാനായിട്ട് നോക്കുക. നമ്മളെങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. കിട്ടാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റി എഴുതിക്കാനും ആ രീതിയിലൊക്കെ നോക്കുക. ഓരോ പുതിയ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് PSCയുടെ ട്രെൻഡ് എന്താണെന്നുള്ളത് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും അറിയണം. അതിന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ PSC എന്നുള്ള മേഖലയിലേക്ക് പുതുതായിട്ട് വരുന്ന ഉദ്യോഗാർത്ഥികളോട് എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ടാവും, +2 കഴിഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് മിക്കവാറും ചെറിയ കുട്ടികളാവും. പിന്നെ അത്യാവശ്യം ഒരു ജോലി വേണമെന്നുള്ള ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് വരുന്നവരുണ്ടാവും. അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതൊരു ബാലികേറാമേല എന്നല്ല. അതായത് ഒരു എന്താ പറയുക, ഒരു അത്യാവശ്യം നല്ല കാലിബറുള്ള അല്ലെങ്കിൽ അക്കാദമിക്കായിട്ട് നല്ല നിലവാരമുള്ള ഒരാൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഇതിൽ എല്ലാവർക്കും പറ്റും. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ്, എല്ലാവർക്കും പറ്റും. ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു സ്ഥിരോത്സാഹം നിലനിർത്തിയിട്ട് നോക്കുക.
മെയിനായിട്ട് ആ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് നമ്മളൊരു മെത്തേഡ് കണ്ടെത്തുക, ആ മെത്തേഡ് നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. പിന്നെ എന്താ വെച്ചാൽ കൺസിസ്റ്റൻസി എന്നുള്ളത് ഭയങ്കര ഒരു മെയിനായിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ ഏതെങ്കിലും ഒരു നിങ്ങളൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു, നിങ്ങളതിൽ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് പരാജയപ്പെട്ടു അല്ലെങ്കിൽ പുറകിലോട്ട് പിന്തള്ളപ്പെട്ടു. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ ആ ഫീൽഡ് ഒഴിവാക്കുക, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോവുക. ആ രീതിയിലുള്ളൊരു നിരാശ പാടില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അനുസ്യൂതമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരു നാൾ നിങ്ങൾക്ക് ആ ഒരു അവസരം അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ആ വാതിൽ തുറക്കപ്പെടും. അപ്പോൾ ഞാനൊരു എൻ്റെ LDCയിലുള്ള ഒരു അവസ്ഥ വെച്ചിട്ട് പറയുകയാണ്. പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയോണ്ട് മാത്രമാണ് ഇന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ലിസ്റ്റിൽ എത്തിപ്പെടാനായിട്ട് സാധിച്ചിട്ടുള്ളത്.